എന്തെങ്കിലും വായ്ക്ക് രുചിയുള്ളത് കഴിക്കണം എന്ന് തോന്നുന്ന സമയങ്ങളിലൊക്കെ തയ്യാറാക്കുന്ന ഒന്നാണ് ഈ കറുത്ത കടല കൊണ്ടുള്ള ചാട്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. മാക്സിമം ഒരു 20 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. കടല 4 മണിക്കൂർ കുതിർത്തെടുക്കണം. 1 കപ്പ് കടല ഞാനിപ്പോൾ കുതിർത്തെടുത്തിട്ടുണ്ട്. 4 മണിക്കൂർ കുതിർത്തെടുത്തതിന് ശേഷം മഞ്ഞളും ഉപ്പും കൂടി ചേർത്ത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വയ്ക്കാം. 3 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ്. പ്രഷർ കുക്കറിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം വേണം അടപ്പ് തുറന്ന് നോക്കാനായിട്ട്. നല്ല രീതിയിൽ ഈ കടല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു അല്പം പുളിവെള്ളം എടുക്കാം. പുളിവെള്ളം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാവുന്നതാണ്. പുളിപ്പ് കൂടുതൽ വേണോ കുറവ് വേണോ അതനുസരിച്ച് എടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ വറുത്ത് പൊടിച്ച ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ബ്ലാക്ക് സാൾട്ട്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 സ്പൂൺ ചാട്ട് മസാല. ചാട്ട് മസാലയിൽ ഉപ്പും പുളിയും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നോക്കി നിങ്ങൾക്ക് എത്രത്തോളം കടലയാണ് അതനുസരിച്ച് നിങ്ങൾക്ക് ചാട്ട് മസാല എടുക്കാവുന്നതാണ്. കടായി ചൂടാക്കി എണ്ണ ഒഴിച്ച് 1 സ്പൂൺ ജീരകവും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് ഇഞ്ചി നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. 1 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് അതുകൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പച്ചമണം മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. പച്ചമണം മാറി വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കിയ ഈ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല ഈ രീതിയിൽ തയ്യാറാക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മസാല നല്ലതുപോലെ വെന്ത് കിട്ടും. അതുമല്ല മസാല കരിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് ഇടാതെ ഇതുപോലെ തയ്യാറാക്കിയിട്ടാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കഴിക്കാൻ. എന്നിട്ട് ഏതാണ്ട് 3/4 സ്പൂണോളം ചന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചന മസാല ഇന്ന് എല്ലാ കടകളിലും കിട്ടുന്നതാണ്. ഞാൻ ഈ 1 കപ്പ് കടല വേവിച്ചതിൽ നിന്ന് ഒന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടാണ് ഈ കടല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 പേർക്കാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത്. ബാക്കിയുള്ള ഐറ്റം കൂടി ചേർത്ത് കഴിയുമ്പോൾ ഇത് ഒരുപാട് കൂടും. അതുകൊണ്ട് കുറച്ച് കടല മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത് കേട്ടോ. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി മസാലയെല്ലാം വന്ന് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ കടല തണുത്തതിന് ശേഷം മാത്രം ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കപ്പ് വെള്ളരിക്കയും 1 കപ്പ് തക്കാളിയും 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും പച്ചമുളക് എൻ്റെ പച്ചമുളക് പഴുത്തു പോയ പച്ചമുളകാണ്. എന്നിട്ട് മല്ലിയില. ഇതിന് പ്രത്യേക ഒരു അളവൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ ക്യാബേജ് ചേർത്ത് കൊടുക്കാം, ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊട്ടറ്റോ വേവിച്ച് ചേർത്ത് കൊടുക്കാം. മധുരക്കിഴങ്ങ് വേവിച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ഒരല്പം നെയ്യിൽ മൂപ്പിച്ചെടുത്ത് അത് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ ഇതുപോലെ കഴിച്ചാൽ നല്ല രുചിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികളും വലിയവരും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാം. നമുക്ക് ചോറും ചപ്പാത്തിക്കും പകരം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഈ ഒരു ചാട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.